ജോർജ് പൊടിപ്പാറ, ആ, ഇന്ന് കണ്ട അല്ലെങ്കിൽ ഇന്നലെ രാത്രിയിൽ നടന്ന പരിശോധനയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അവിടെ നമ്മൾ കണ്ടത് അനവസരത്തിലുള്ള ഒരു രാഷ്ട്രീയ നാടകമാണോ? ഇപ്പോൾ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറയുന്ന അനുസരിച്ച് ഈ പെട്ടി തുറന്നു നോക്കാനോ പെട്ടിയെടുത്ത് താഴെ വെക്കാനോ ഒന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടില്ല എന്നാണ്. ഇത് ഒരു സാഹചര്യം വീണ് കിട്ടിയപ്പോൾ അത് മുതലാക്കാൻ വേണ്ടി രണ്ട് യുവ നേതാക്കൾ നടത്തിയ രാഷ്ട്രീയ നാടകമായിട്ടാണോ താങ്കൾക്ക് തോന്നുന്നത്? അതല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ കിട്ടിയ അവസരത്തിൽ UDF നേതാക്കളെ അപമാനിക്കാൻ ശ്രമിക്കുകയായിരുന്നു? ശ്രീ ജോർജ് പൊടിപ്പാറ. ഡോക്ടർ അരുൺ, ഇതിനകത്ത് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പരിശോധനയെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇത് ഇലക്ഷൻ കാലത്ത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു എന്താ പറയുക ചെക്ക് പോസ്റ്റ് പോലൊരു സംവിധാനം. ആ സംവിധാനത്തിലൂടെ ആ ചെക്ക് പോസ്റ്റിന് കടന്നു പോകുന്ന വാഹനങ്ങൾ, അത് ആരുടെ ആവട്ടെ, MP യുടെ ആവട്ടെ, MLA യുടെ ആവട്ടെ, എല്ലാവരുടെയും ഏത് വാഹനവും പരിശോധിക്കാൻ നടക്കാൻ അവകാശമുണ്ട്. അത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല, അതിന്റെ ഒരു ഭാഗമാണ്. ആ നിലയ്ക്ക് ഒരു പരിശോധനയെ എതിർക്കാൻ ആര് വിചാരിച്ചാലും, അല്ലെങ്കിൽ MP വിചാരിച്ചാലും MLA വിചാരിച്ചാലും അത് നടക്കില്ല. മാത്രമല്ല അത് ശരിയുമല്ല. അതിനെ അനാവശ്യമായിട്ട് അതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ, ഒരു നാടകമാക്കാൻ ശ്രമിച്ചാൽ അത് വലിയ തെറ്റാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഈ പരിശോധന എല്ലാവർക്കും ഒരുപോലെയാണോ നടത്തുന്നത്? ഇതുവഴി കടന്നുപോയ എല്ലാ MP മാരെയും അല്ലെങ്കിൽ എല്ലാ MLA മാരെയും അല്ലെങ്കിൽ ഇതുവഴി കടന്നുപോയ മന്ത്രിമാരുടെ വാഹനങ്ങൾ ഇന്നലെ രാത്രിയാണല്ലോ അത് നടക്കുന്നത്. അപ്പൊ നിലമ്പൂരിലേക്ക് ഇതിനു മുമ്പ് ഈ ചെക്ക് പോസ്റ്റ് ഇന്നലെ വന്നതല്ല താനും. ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതിൽ MP മാരുടെ ഉണ്ട്, മന്ത്രിമാരുടെ ഉണ്ട്, എല്ലാ പാർട്ടികളിലും പെട്ട നേതാക്കളുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആ വാഹനങ്ങളെല്ലാം ഈ രീതിയിലാണോ പരിശോധിക്കുന്നത്? ഇപ്പൊ ഇവിടെ തന്നെ പറയുന്നു, ആ വാഹനത്തിൽ ഡോറ് തുറന്ന് അകത്ത് ലൈറ്റ് അടിച്ച് പരിശോധിക്കുന്നു. അതിനുശേഷം ഡിക്കി തുറക്കാൻ പറയുന്നു. ഡിക്കിക്കകത്ത് പെട്ടി ഉണ്ടെങ്കിൽ ആ പെട്ടിയിൽ ഡ്രസ്സാണെന്ന് പറഞ്ഞാൽ അത് പരിശോധിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? MP യോട് കാറ് നിർത്താൻ പറയുന്നു. ടോർച്ച് അടിച്ചു. ഇനിയിപ്പോ ടോർച്ച് അടിക്കുമ്പോൾ അതിനകത്ത് ആരാണെന്ന് അറിയാൻ വേണ്ടി ടോർച്ച് അടിക്കുന്ന സ്വഭാവം. പക്ഷെ ആ കാറിന് ബോർഡൊക്കെ ഉണ്ട്, MP യുടെ ബോർഡുണ്ട്. അപ്പൊ അതിന് MP യുടെ കാറാണെന്നൊക്കെ അറിയാം. അപ്പൊ കുറച്ചുകൂടി ഒരു ജാഗ്രത. മുഖത്തേക്ക് ഈ ടോർച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ശരിയായ രീതിയല്ല. മുഖത്ത് അടിക്കാതെ സൈഡിലൊക്കെ അടിച്ചാലും ഈ MP ആണോ ആരാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോ അതൊരു വലിയ ഇഷ്യൂ ആക്കണ്ട. അദ്ദേഹം ഡോറ് തുറക്കുന്നു, അകത്തേക്ക് ലൈറ്റ് അടിച്ച് പരിശോധിക്കുന്നു. അതിനുശേഷം അത് ഡിക്കി തുറക്കാൻ പറയുന്നു. ഷാഫി പറമ്പിലാണ് ആ വണ്ടി ഡ്രൈവ് ചെയ്തിരുന്നത്. ഷാഫി പറമ്പിൽ ഡിക്കി തുറക്കുന്നു. ഇവിടെ ഈ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ കാറിന്റെ ഡിക്കി തുറന്നപ്പോൾ അതിനകത്ത് പെട്ടി കണ്ടു. ആ പെട്ടിക്കകത്ത് ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നു, ആ പെട്ടിക്കകത്ത് 4-5 ദിവസത്തെ ഡ്രസ്സാണ് എന്ന് പറയുന്നു. അത് ആ ഡ്രസ്സാണെന്ന് പറയുന്നതോടുകൂടി അവിടെ പരിശോധന അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പൊക്കോളാൻ പറയുന്നു. ആ പെട്ടി പരിശോധിക്കുന്നില്ല. ഇവിടെ ഷാഫിയും അതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ TP അഷ്റഫും എല്ലാം പറയുന്നതനുസരിച്ച് രാവിലെ അവർ പറഞ്ഞ വിവരം അനുസരിച്ച് നമ്മുടെ മുമ്പിൽ എത്തിയ ചിത്രം എന്താണ്? അതായത് അതിനകത്ത് പല പെട്ടികളുണ്ട്, ഒരു പെട്ടിയല്ല, കുറെ പെട്ടികളുണ്ട്, ഒന്നിലേറെ പെട്ടികളുണ്ട്. ആ പെട്ടികളെല്ലാം എടുത്ത് പുറത്തു വെക്കാൻ പറയുന്നു. ഷാഫി ആ പെട്ടികളെല്ലാം എടുത്ത് പുറത്തു വെക്കുന്നു. പുറത്തു വെച്ച് കഴിഞ്ഞപ്പോൾ ആ പെട്ടി പരിശോധിക്കണ്ട. അപ്പൊ ഷാഫി ചോദിക്കുന്നു, എന്റെ പെട്ടി പരിശോധിക്കുന്നില്ല. ഇവിടെ ഗോപാലകൃഷ്ണന് മുൻ അനുഭവമില്ല. ഗോപാലകൃഷ്ണൻ കാച്ചി വെള്ളത്തിൽ വീണ പൂച്ചയല്ല. ഇവിടെ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ മുൻ അനുഭവമുള്ള പാലക്കാടൻ അനുഭവവും അത് വലിയൊരു വിവാദവും ഇഷ്യൂ ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പറയുന്നു, നിങ്ങൾ എന്തായാലും കാറ് പരിശോധിച്ചു, ഡിക്കി തുറപ്പിച്ചു, പെട്ടി എടുത്ത് പുറത്തു വെപ്പിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾ ആ പെട്ടി കൂടി പരിശോധിക്കും. പെട്ടി പരിശോധിക്കാൻ അല്ലെങ്കിൽ പെട്ടികൾ ഡിക്കിന്നെടുത്ത് പുറത്തു വെക്കാൻ പറയണോ? പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പൊയ്ക്കോന്ന് പറഞ്ഞാൽ മതിയല്ലോ. പറയുന്ന ഒരു സംശയം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ എങ്ങനെ പരിശോധിക്കണം എന്നത് നിർദ്ദേശിക്കാനുള്ള ഒരു അവകാശം ഈ ജനപ്രതിനിധികൾക്കും പൗരങ്ങൾക്കുമുണ്ടോ? അവിടെ അത് എന്താ പറയാ, റിലേറ്റീവ് ആണ്. അതായത് അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഇലക്ഷൻ കാലത്ത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പ്രതിനിധിക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. ഏത് രീതിയിൽ പരിശോധിക്കണം, എങ്ങനെ പരിശോധിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതോടൊപ്പം ഒരു സാമാന്യ നീതി കൂടിയുണ്ട്. അതായത് ഭരണഘടനാപരമായിട്ട് എല്ലാവരും തുല്യരാണ്. ഈ പറയുന്ന ഷാഫി പറമ്പിൽ MP-യും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും ഈ പറഞ്ഞ ഈ പറഞ്ഞ രാധാകൃഷ്ണൻ MP-യും അല്ലെങ്കിൽ മന്ത്രിമാരും ഒക്കെ ഈ ഘട്ടത്തിൽ തുല്യരാണ്. രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചിട്ടുണ്ടല്ലോ. ഈ കേരളത്തിൽ ഏതെങ്കിലും മന്ത്രിയുടെ കാറ് പരിശോധിച്ചായിട്ട് നമുക്കറിയോ? ഇതുവരെ ആ വഴിക്ക് മന്ത്രിമാരും കടന്നു പോയിട്ടില്ല ഇതുവരെ. പരിശോധിച്ചിട്ടുണ്ട് കേട്ടോ ജോർജ് പൊടിപ്പാറ. ദൃശ്യങ്ങളിൽ തന്നെ അബ്ദുൾ റഹ്മാന്റെ വാഹനം പരിശോധിക്കുന്നുണ്ട്, രാധാകൃഷ്ണൻ MPയുടെ പരിശോധിക്കുന്നുണ്ട്, അബ്ദുൾ വാഹിദ് MPയുടെ പരിശോധിക്കുന്നുണ്ട്, അനിൽകുമാർ MLA പരിശോധിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ നേതാക്കളെയും പരിശോധിക്കുന്നുണ്ട്. കെ രാജന്റെ എന്തോ ഒരു വാഹനം കടന്നുപോയപ്പോൾ തിരക്ക് കൊണ്ട് ആ സമയത്ത് അപ്പോൾ പരിശോധിച്ചില്ല, അപ്പോൾ വാഹനങ്ങൾ നിൽക്കുന്നത് കൊണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ബാക്കി എല്ലാ മന്ത്രിമാരുടെയും പരിശോധിക്കുന്നുണ്ടെന്നാണ്
ചെക്ക് പോസ്റ്റിൽ നിന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതുവരെ വാർത്ത വന്നില്ല. അങ്ങനെ പരിശോധിക്കുന്നുണ്ടെങ്കിൽ ഇവര് പറഞ്ഞതിലൊന്നും ഒരു കഥയില്ല. അബ്ദുൾ റഹ്മാനെ പരിശോധിച്ചു. അല്ലല്ല, ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം ശ്രീ ജോർജ് പൊടിപ്പാറ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണിക്കാം. PCR-ൽ നിന്ന് കെ രാധാകൃഷ്ണൻ MP-യുടെ, അബ്ദുൽ വാഹിദ് MP-യുടെ ഒപ്പം എനിക്ക് തോന്നുന്നു അബ്ദുൾ റഹ്മാൻ മിനിസ്റ്ററുടെ വാഹനവും പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ദൃശ്യങ്ങളിൽ വരികയും അതെ ഇന്നാണ്. ഇത് അബ്ദുൾ വഹാബ് MP-യുടെ വാഹനമാണ്. ഇന്ന് ചെയ്യുമ്പോ അത് ഇന്നലെ ചെയ്തതിന്റെ ഒരു ന്യായീകരണമായിട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതിനു മുമ്പ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് വാർത്താ പ്രാധാന്യമുള്ളത്. അതിനാണ് ശരിക്കും പറഞ്ഞ റെലവൻസ്. അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ബൈറ്റ് അനുസരിച്ച് എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നു എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഇതാണ് കെ രാധാകൃഷ്ണൻ MP-യുടെ വാഹനം കേട്ടോ. കെ രാധാകൃഷ്ണൻ MP-യുടെ വാഹനം പരിശോധിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ വാഹനം പരിശോധിക്കാതെ വിട്ടാൽ തങ്ങൾ ഉത്തരവാദികളാണെന്ന് ഉദ്യോഗസ്ഥർ നമുക്ക് ബൈറ്റ് നൽകിയിട്ടുണ്ട് അർജുൻ കല്യാടിന്. അതായത് 4 CCTV-കൾ അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ 4 CCTV ഉള്ളതുകൊണ്ട് അതുവഴി കടന്നു പോകുന്ന ഏതെങ്കിലും വാഹനം പരിശോധിച്ചില്ലെങ്കിൽ അതിന് ഞങ്ങൾ മറുപടി പറയേണ്ടി വരും എന്നാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ജോർജ് പൊടിപ്പാറ, അത് അംഗീകരിക്കാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ അതിനോട് അംഗീകരിക്കുന്നു. അതായത് പരിശോധനയെ ചോദ്യം ചെയ്യാൻ MP-ക്കും ഇല്ല, MLA-ക്കും ഒന്നും അവകാശമില്ല. അത് സ്റ്റേറ്റിന്റെ അവകാശമാണ്. ഇലക്ഷൻ കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ മോഹൻദാസ് പുറത്തിറങ്ങി നിന്ന് പരിശോധിക്കുന്നുണ്ട്. പാലക്കാട് മലപ്പുറത്തെ ജില്ലാ സെക്രട്ടറി പെട്ടിയെടുത്ത് പുറത്തു വെക്കാൻ പറഞ്ഞാൽ പെട്ടിയെടുത്ത് പുറത്തു വെക്കണമെന്ന് പറയുന്നു. MP അത് പുറത്തെടുത്ത് വെക്കുന്നു. പരിശോധിക്കാൻ അല്ലെങ്കിൽ പെട്ടി ആ ഡിക്കിക്കകത്തിരിക്കുന്ന പെട്ടി പക്ഷേ അതൊക്കെ തീരുമാനിക്കാൻ ഈ ജനപ്രതിനിധികൾക്ക് ഇലക്ഷൻ കാലത്ത് അവകാശമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. തീരുമാനത്തിലൊരു ന്യായം വേണമല്ലോ, തുല്യ നീതി വേണമല്ലോ. ചിലരുടെ കാര്യത്തിൽ പെട്ടി ഡിക്കിന്ന് എടുക്കണ്ട, നിങ്ങൾ പൊയ്ക്കോന്ന് പറയുന്നു. ചിലരുടെ കാര്യത്തിൽ എല്ലാ പെട്ടി എടുത്ത് പുറത്തു വെപ്പിക്കുന്നു. അതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. Debate with Dr. Arun Kumar.